பிடி கொழுக்கட்டை இல்லாட்டினா உப்புமா கொழுக்கட்டை கொஞ்சம் காய்கறிகளும் கொஞ்சம் பருப்பு வகைகளும் கூட போட்டு எப்படி பண்ணலாம்னு இன்றைக்கி பார்க்கலாம். ரெண்டு ரீதியில் பண்ணலாம். பொடிச்சும் பண்ணலாம், அரைச்சும் பண்ணலாம். இன்றைக்கி அரைச்சாக்கும் காணிக்கிறேன். அதுக்கு 2 கப்பு பச்சரிசியில் 2 டேபிள் ஸ்பூன் തുമരപ്പരിപ്പ് 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പുമൊക്കെ എടുത്തിരിക്കുക. നന്നായി കളഞ്ഞ് ഒരു 4 മണിക്കൂർ തണ്ണി വിട്ട് ഉമിഴാത്രത്തേക്ക് വെക്കല. അരിശിയും പരിപ്പുകളും നന്നായി ഉമിഴ്ന്ന് 4 മണിക്കൂർക്ക് പിറക് ഒന്നും കൂടെ നന്നായി കളഞ്ഞ് നമുക്കത് മിക്സി ജാറിൽ വിട്ട് അരച്ചെടുക്കല. അപ്പോൾ ഏത് ഗ്ലാസ്സിലാക്കുമോ അരിശി അളന്തോ അതേ ഗ്ലാസ്സിൽ തണ്ണി എടുങ്കോ. ഇപ്പം 2 ഗ്ലാസ് അരിശിക്ക് ഇപ്പം അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് തണ്ണി എടുത്തിരിക്കാൻ. ഇതുപോലെ കൊഞ്ചം കുറപ്പാக അരച്ചെടുക്കണം. കൊഞ്ചം തണ്ണി വിട്ട് അരച്ചാൽ പോരും. നിറയെ തണ്ണി വിട്ടാൽ അത് அந்த കൺസിസ്റ്റൻസി കറക്റ്റാக കിടക്കാതെ കൊഞ്ചം കുറപ്പാக എന്നാൽ എല്ലാം നന്നായി അരഞ്ച് കിടക്കുകയും വേണം. ബാക്കി 1 ഗ്ലാസ്സിലുള്ള 3/4 ഗ്ലാസ് തണ്ണി അരയ്ക്കറത്തുക്ക് എടുത്തിരിക്കുക. ബാക്കി 1/4 ഗ്ലാസ് തണ്ണി വിട്ടിട്ട് 1.5 ഗ്ലാസും കൂടെ തണ്ണി വിട്ടിരിക്കുക. ഇപ്പോൾ 2 ഗ്ലാസ് അരിശിക്ക് 2.5 ഗ്ലാസ് തണ്ണിയാക്കും എടുത്തിരിക്കുക. ചില അരിശിക്ക് 2.25 പോരുമായിരിക്കണം. അത് പാത്ത് വിട്ടു ഓരോരോ ഇടത്തിൽ കടക്കപ്പെട്ട അരിശി പുറത്തിരിക്കും. ഇത് നമ്മൾ ഉമിഴ്ത്തി വെച്ചിരിക്കുന്നത് കൊണ്ടാക്കും 2.5 ഗ്ലാസ് ഞാൻ വിട്ടിരിക്കും. ഇനി അതുക്കുള്ള താളിപ്പ് എടുക്കലാം. ഇപ്പം തേങ്ങ എണ്ണയൊക്കെ എടുത്തിരിക്കാൻ അതിൽ കടുകും കാഞ്ചമുളകയും പോട്ട് കടുക് നന്നായി പൊട്ടി വരുമ്പം അതിൽ 2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും കൂടെ ചേർത്ത് ഒന്ന് ചുവന്ന് വറുത്ത് വരെ വഴറ്റിയെടുക്കും. ഇതിലെ കായ്കറികളും ഇഞ്ചി പച്ചമുളക് കരിവേപ്പിലയുമാക്കും എടുത്തിരിക്കും. അപ്പോൾ ആദ്യം ഇഞ്ചിയും പച്ചമുളകും കരിവേപ്പിലയും താളിപ്പിൽ ചേർത്ത് നന്നായി ഇതുപോലെ വഴറ്റിയെടുക്കരുത്. പച്ചമുളക് അവൾക്ക് എത്ര എരിവ് വേണമോ അതനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തു. അതിലാദ്യം കൊഞ്ചം കൂടെ വേവുള്ള ക്യാരറ്റ് പോട്ടാക്ക് ഒന്ന് വഴറ്റിയെടുക്കറേ. ഇതോടെ കൂട്ടത്തിൽ ഇപ്പം ഞാൻ പച്ച ക്യാപ്സിക്കം മാത്രം താൻ ഇന്നേക്ക് പോട്ടിരിക്കാൻ. നമുക്ക് ചുമന്ന ക്യാപ്സിക്കം മഞ്ഞ ക്യാപ്സിക്കം ഏത് വേണമെന്നാലും ഇതോടെ കൂടെ പോടലാം. അത് പണ്ണിന ഒരു വേർഷനോടെ ഫോട്ടോ ഞാൻ ഇതോടെ കൂടെ തന്നെ ഷെയർ ചെയ്യാറ്. അല്ല സ്വീറ്റ് കോൺ ആഡ് பண்ணணும்னா അതും ആഡ് பண்ணலாம். നടുവിൽ ഇതുപോലെ കൊഞ്ചം നല്ലെണ്ണയെ വിട്ട് കായപ്പൊടി அந்த എണ്ണയിൽ ഒന്ന് മൂപ്പിച്ച് എല്ലാ കായ്കറികളോടെയും കൂടെ നന്നായി മിക്സ് பண்ணி എണ്ണയൊന്ന് തെളിഞ്ഞു വരും. അതുവരെ നന്നായി ഇതുപോലെ കുക്ക് பண்ணினதுக்கு ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കപ്പെട്ട അരിശിയും പരിപ്പും കൂടെയുള്ള വെള്ളം വിട്ട് കലക്കി വെച്ചിരിക്കപ്പെട്ട அந்த മിക്സ് ഇതോടെ കൂടെ കലത്തി നമുക്ക് വരട്ടിയെടുക്കില്ല. ഇപ്പം ഉമിഴ്ത്തി വെച്ചിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ 2.25 ഗ്ലാസ് തണ്ണി ചില അരിശിക്ക് മതിയാവും. അത് പാത്ത് ആദ്യം 2.25 വിട്ടിട്ട് പിന്നെ 2.5 വിട്ടിട്ടാലും പോരും. ഇങ്ങനെ അരിശി കൊഞ്ചം വെള്ളം ഉറിഞ്ചി എടുക്കപ്പെട്ട അരിശി ആയതുകൊണ്ട് ഞാൻ ആദ്യമേ 2.5 ഗ്ലാസ് വിട്ടിരിക്കുക. അത് തേവയ്ക്കകത്ത് ഉപ്പും കൂടെ പോട്ട് നന്നായി ഇതുപോലെ കിളറിണ്ടിരിക്കും. അപ്പോൾ കട്ടയില്ലാതേക്ക് കറക്റ്റാக നമുക്ക് എല്ലാ മാവുമ്പോൾ വെന്ത് ഇതുപോലെ കൊഞ്ചം കട്ടിயாக വന്നതിക്ക് പിറക് അടപ്പ് വെച്ച് അടച്ച് ചിന്ന വാനിലയിൽ നന്നായി കട്ടിயாக വറുത് വരെ ഇതുപോലെ കുക്ക് പണി എടുക്കും. നമുക്കത് കയ്യിൽ വെച്ച് ഉരുട്ട പറ്റപ്പെട്ട രീതിയിൽ നമുക്ക് ഉരുട്ടിയെടുക്കണം. അപ്പം അന്ത രീതിക്ക് കട്ടിയാവണം. ഇതിൽ ഒരു ഗ്ലാസ് തുരുവിന തേങ്ങയും കൂടെ പോട്ട് 1.5 ഗ്ലാസ് വരെ അവൾക്ക് തേങ്ങ ரொம்ப നിറയെ പോടുறது പിടിക്കുമ്പോൾ അതനുസരിച്ച് കൂട്ടി പോട്ടുങ്കും. അത് നന്നായി തണുക്കറത്തേക്ക് മാറ്റി വെക്കല. ഇപ്പോൾ இந்த മാവ് നന്നായി കട്ടിயாக വന്നാച്ച് തണുക്കുമ്പോൾ ഒന്നും കൂടെ കട്ടിയായി വന്നിക്ക്. നമുക്ക് കൈ പൊറുക്കറ ചൂടാവുമ്പോൾ നമുക്കിതുപോലെ കുഴക്കട്ടയുടെ ഷേപ്പിൽ ഉരുട്ടി ഓരോരോ ഉരുളിயாக ഇതുപോലെ വേണമെന്നാൽ കൊഞ്ചം കൂടെ ചിന്നதாக ഉരുട്ടിയെടുക്കല. ഇത് ഏകദേശം ഒരു ഓറഞ്ച് സൈസിലേക്കും ഉരുട്ടിയെടുത്തിരിക്കുക. സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കുക വെച്ചിട്ട് ഇഡ്ഡലി തട്ട് അതിലേ വെച്ച് ഇഡ്ഡലി ആവിയിൽ വേവിക്കുന്നത് പോലെ ആദ്യം പെരിയ വാനിലയിൽ വേവിയുമ്പോൾ സ്റ്റീം നന്നായി വെളിയിൽ വന്നതിക്ക് പിറക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച്
20 நிமிஷம் வேவிச்செடுத்தாங்கன்னா உப்புமா கொழுக்கட்டை இல்லாட்டனா பிடி கொழுக்கட்டை கரெக்டாக வெந்து கிடச்சிருக்கும். ഒന്ന് തണുത്തതിന് പിറகு നമുക്ക് அந்த പ്ലേറ്റിലേന്ത് മാറ്റി സെർവ് பண்ணுறதுக்கு എടുக்கலாம். ചൂടോടെ എടുത്തോമன்னா ചിലപ്പോൾ അതൊന്ന് ഉതിർന്നു പോകും. ഒന്ന് ചിന്നത തണുത്തതിന് പിറகு നമുക്കത് എടുக்கலாம். கேப்சிகம் ஆட் பண்ணும்போது கலர்ட் கேப்சிகமும் கோணும் ஆட் பண்ணலாம் சொன்னேன். அது போட்டு பண்ணின கொழுக்கட்டையோட வேர்ஷனாக்கும் காணிச்சு. இன்றைக்கி பண்ணினதில் க்ரீன் கலர் கேப்சிகம் மாத்திரம்தான் போட்டிருக்கேன். இந்த கொழுக்கட்டை இதுபோல் அரைச்சி பண்ணுறது போல் തന്നെ നമുക്ക് പൊടിച്ചും பண்ணலாம். அது எப்படி பண்ணுறது എന്നുള്ളത് നേരത്തെ ഞാൻ അപ്ലോഡ് பண்ணியிருக்கேன். அதோட லிங்க் ஷேர் பண்ணுறேன் டிஸ்கிரிப்ஷன் பாக்ஸில். ஏது சைட் டிஷ்ஷாக்குமா பிடிக்கும் அதோட கூட சர்வ் பண்ணலாம். சாம்பார், கஸ்து, தேங்காய் சம்மந்தி, ഇല്ലട്ടന മുളകുപൊടി, കടുക് മാങ്ങായ്, ജീനി എല്ലാത്തോടെയും കൂടെ ഇത് നല്ല കോമ്പിനേഷനാക്കും. അവൾക്ക് ഏത് വിരുപ്പപ്പെടുമോ അതോടെ കൂടെ സെർവ് பண்ணி என்ஜாய் பண்ணலாம்.